ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിന്ന് പടച്ചവനെ നിങ്ങളെല്ലാം അല്ലാഹുവിന്റെ വിളിയാണ്, പടച്ചവനെ വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുന്നവർ, അവർ വന്ന് പടച്ചവനെ ഉളുവെടുത്തുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറുമ്പോഴേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളും പറഞ്ഞുകൊണ്ട് ഇഖാമത്ത് കൊടുക്കുന്നത് കാത്തിരിക്കുകയാണ്. ആ ഇരുത്തത്തിന്റെ ഇടയിൽ പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ദുനിയാവിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, കുടുംബകാര്യം, രാഷ്ട്രീയ കാര്യം, ആ പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ദുനിയാവിന്റെ കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 വർഷത്തെ അമൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോൾ അതൊരു പാപമാണല്ലോ, ഒരു ചെറിയ തെറ്റാണല്ലോ. ആ തെറ്റ് ചെയ്യുന്നതിലൂടെ പടച്ചവനെ നരകത്തിൽ പോകുമെന്നല്ല. നമ്മൾ ചോദിക്കും, പള്ളിക്കകത്ത് സംസാരിച്ചാ നരകത്തിൽ പോകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് പാപമായിട്ട് പോലും കാണുന്നില്ല. നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് അത് കാണുന്നത്. എങ്കിലും 40 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. അതൊരു പാപമായിട്ട് ഗണിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, മുഅദ്ദിന് ബാങ്ക് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് കേൾക്കുമ്പോൾ നിങ്ങളും അല്ലാഹു അക്ബർ പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങൾ അതിന്റെ ജവാബ് പറയണേ. എന്നിട്ട് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. എന്തേ പറയേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ അവസാനം മോശമാണ്. അവൻ ആരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ എത്ര വലിയ കൊലകൊമ്പൻ അടുത്തു പോയിരുന്നിട്ട് തഴപ്പുള്ളവരും താടിയുള്ളവരുമാകട്ടെ, എത്ര വലിയ മഹാനാകട്ടെ, 6 വിഭാഗം ആൾക്കാരുടെ നാവ് പൊങ്ങില്ലെന്ന് പറഞ്ഞത് ഞാനല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. 6 വിഭാഗം ആൾക്കാർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് എത്ര വലിയ മഹാനാണ് പറയുന്നത്, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവരുടെ നാവ് പൊങ്ങൂല. ആ നാവ് പൊങ്ങാത്ത 6 വിഭാഗത്തിൽ ഒരു വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചവരാ. ഇതറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? മദ്രസയിലെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ അറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് രാഷ്ട്രീയക്കാര് പോലും, ഏതെങ്കിലും അമുസ്ലിമാണെങ്കിൽ പോലും ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വരെ തന്റെ പ്രഭാഷണം നിർത്തും. പക്ഷേ ഞാനും നിങ്ങളും നിർത്താറില്ല, എന്റെ ഫോൺ വിളി നിർത്താറില്ല, എന്റെ സംസാരം നിർത്താറില്ല. ഈ പള്ളിക്കകത്തിരുന്ന്
എന്ന് പോലും നമ്മളിൽ പലരും സംസാരിക്കുമല്ലോ. അതിലൂടെ വരുന്ന നഷ്ടം നിന്റെ അവസാനം മോശമാ. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? ആ ബാങ്ക് വിളിച്ച് തീർന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മനുഷ്യന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താ വജബത് ലഹു ശഫാഅതി, അവനെ ഞാൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വ പറഞ്ഞേ, ഏതെങ്കിലും ഒരു മനുഷ്യനെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സംസാരിച്ചാൽ എത്ര വർഷത്തെ പാപം നന്മ പൊളിഞ്ഞു പോകും? 40 കൊല്ലം. അങ്ങനാണെങ്കിൽ വല്ലതും ഉണ്ടോ നിന്റെ ജീവിതത്തിൽ? ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ 34 വയസ്സുള്ള എന്റെ ഒരു വട്ടം ഞാൻ സംസാരിച്ച 40 കൊല്ലം ചെയ്ത ഞാൻ ഇപ്പൊ കടക്കാരനാ. എന്റെ അമൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇനി എത്ര കൊടുക്കണം? ഞാൻ ചെയ്യുന്നത് മുഴുവനും കൊടുക്കാനേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ ഒരു തെറ്റത് തെറ്റായിട്ട് ഞാനും കാണാറില്ല, നിങ്ങളും കാണാറില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. സംസാരിക്കുന്നവൻ അവസാനം ആക്കിബത്ത് മരണം, മോശമായ മരണം. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്ന് നമ്മൾ വാഴ്ന്നു നിർത്തുവോ? നമ്മൾ ആ സമയത്തും സംസാരമാ. ബാങ്ക് വിളിച്ചതിന് ശേഷം അതിന്റെ ജവാബ് പറഞ്ഞ് സലാത്തും പറഞ്ഞ് ആ ബാങ്കിന്റെ ദുആ ചെയ്യുന്നവനെ നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മൾ അപ്പോഴും വഅദ് പറച്ചല. ഓതിക്കൊന്നിരിക്കുന്നതിനിടയിൽ നമ്മൾ സംസാരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങൾ എടുത്തു നോക്ക്. ഞാൻ ചില തെറ്റുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാ. നാം ആ തെറ്റുകൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ലെന്ന എത്ര പേരാ തുപ്പണത്? നമ്മളിവിടുത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മുൻഭാഗത്തേക്ക് കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. അങ്ങനെ തുപ്പുന്നവൻ നാളെ പരലോകത്ത് നിന്ദിനായിട്ടാ വരുന്നത്. വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും അവന്റെ മുഖത്ത്, അവന്റെ നെറ്റിത്തടത്തിൽ, അവന്റെ കണ്ണുകൾക്കിടയിൽ വന്നിട്ട് നാളെ പരലോകത്ത് നിന്ദിനായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇങ്ങനെയുള്ള ചില പാപങ്ങളുണ്ട്. പക്ഷേ ഇത് പാപങ്ങളായിട്ട് ഞാനും നിങ്ങളും കാണാറില്ല. അത് പാപമായിട്ട് പരിഗണിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ കിതാബുകളിലുണ്ട്, നിങ്ങൾ ഗുഹ്യഭാഗങ്ങളിലെ, നിങ്ങളുടെ കക്ഷത്തിലെയും നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിലെയും രോമങ്ങൾ നിങ്ങൾ വടിക്കണം. എത്ര ദിവസമാ പറഞ്ഞ്? മനുഷ്യന്മാർ എത്ര ദിവസം പറഞ്ഞ്? 4 മാസമായാ വടിക്കാറുണ്ടോ? ചിന്തിക്ക്. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 40 ദിവസമാണ് ആ ദിവസം. 40 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ കക്ഷത്തിലെയും നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിലെയും രോമങ്ങൾ നിങ്ങൾ വടിച്ചു മാറ്റണം. ഇല്ലെങ്കിൽ ദുആയ്ക്ക് ഉത്തരമുണ്ടാകില്ല എന്നാ. നിങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടില്ല എന്നാ. നഖം വെട്ടണം. എപ്പോഴാ വെട്ടാറ്? നഖം വെട്ടണം. എപ്പോഴാ വെട്ടാറ്? വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നഖം വെട്ടാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതും ചെയ്യാറില്ല. നമ്മുടെ നഖങ്ങൾക്കിടയിൽ ശൈത്താന്റെ മക്കൾ കയറിയിരിക്കുക. ഈ മക്കളെ കൈ വെച്ചിട്ട് ആമീൻ ആമീൻ ദുആ ചെയ്യണേ. നമ്മുടെ കൈകളുടെ വിരലുകൾക്കിടയിൽ, നമ്മുടെ നഖത്തിന്റെ ഇടയിൽ ഇബിലീസിന്റെ മക്കൾ കയറിയിരിക്കുമെന്ന. സേഫായിരിക്കാൻ പറ്റുന്ന സ്ഥലം അതൊക്കെയാണല്ലോ. അവിടെയാണല്ലോ അഴുക്കൾ കയറിയിരിക്കുന്നത്, അഴുക്കള് നജസുകൾ കയറിയിരിക്കുന്നത്. അവിടെ ഇത്ര പേര് ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്നു. ഇതൊന്നും ഒരു പാപമായിട്ട് ജനങ്ങൾ കാണുന്നില്ല. എങ്കിലും മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പാപങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് ചില പാപങ്ങൾ നിങ്ങൾ കാണുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പാപങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ചില മനുഷ്യരെ ആ പാപങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങൾ മുഴുവനും നമ്മളെ നാളെ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരുമ്പോ, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ദിവസം ഈ പാപങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ
തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ആയിഷ ഇയ്യാക വൽ മുഹക്കിറാ വൽ മുഹക്കിറാതി ദുനൂബി ഫഇന്ന ലഹാ മിനല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ചില പാപങ്ങൾ നിസ്സാരമായിട്ട് സാധാരണയായിട്ട് ചില ജനങ്ങൾ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ചില നിസ്സാരമായി കാണുന്ന സാധാരണ എല്ലാവരും ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ നീ നിസ്സാരമായിട്ട് കാണല്ലേ, ആ പാപങ്ങളെ നീ വല്ലാതെ സൂക്ഷിക്കണം. ഈ ചെറിയ ചെറിയ പാപങ്ങളെ നീ വല്ലാതെ സൂക്ഷിക്കണം. അത് അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയുള്ളതാണ്. അതിനെക്കുറിച്ച് അല്ലാഹു നാളെ വിചാരണ ചെയ്യപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഒരു കുറ്റബോധമില്ല. അല്ലാഹുവേ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ബോധമില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ ഉണ്ടല്ലോ, ഖത്താഉൻ, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. നമ്മൾ മലക്കുകളല്ല, നമ്മൾ മനുഷ്യന്മാരാണ്, വികാര വിചാരമുള്ളവരാണ്, മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹവുമായിട്ട് കഴിയുന്നവരാണ്. അല്ലാഹുവേ ഇബ്ലീസും തന്റെ അനുയായികളും നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുറകെ നടക്കുകയാണ്. മുകളിലൂടെ താഴെയിലൂടെ എല്ലാ ഭാഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ രക്തമൊടിക്കുന്ന നരമ്പുകളിൽ കൂടെ പോലും ശപിക്കപ്പെട്ട ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖതാഈന അത്തവാബൂൻ, പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപത്തിനെ കുറിച്ച് തൗബ ചെയ്യുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും എത്രയോ പാപം ചെയ്തു, നാളെയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ചെയ്തവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ച റബ്ബിനോട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ഏറ്റുപറഞ്ഞിട്ട് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചു മടങ്ങുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് പാപങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ, ആ പാപം ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താ? ഞാനും നിങ്ങളും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? മഹാനായ ഇബ്നു ഖയ്യൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പലിശന്മാര് പാപം ചെയ്യുമ്പോ ചെയ്യുന്ന പാപം ചെയ്യുന്നതിലൂടെ നഷ്ടം നമ്മുടെയാണ്. ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. ഈ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? മഹാനായ ഇബ്നു ഖയ്യൂം തങ്ങൾ പറയുകയാ, ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്റെ പാപങ്ങൾ അധികരിക്കുമ്പോൾ, എന്റെ തെറ്റുകൾ അധികരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന ഒന്നാമത്തെ നഷ്ടമെന്തെന്നറിയുമോ? എന്തു ദുരന്തമാണ് അള്ളാഹു എനിക്ക് തരുന്നതെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനോട് നന്ദികേട് ചെയ്യുമ്പോ പടച്ചവൻ എനിക്ക് ഇൽമതം അനുഗ്രഹിച്ചല്ലോ, അള്ളാഹു എന്നെ പ്രവാചകനാക്കി, പടച്ചവൻ എന്നെ പള്ളിയിലെ ഇമാമാക്കി, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന മനുഷ്യനാക്കി, ഇതെല്ലാം അല്ലാഹു എനിക്ക് ഇത് തന്നിട്ട് ഞാൻ അല്ലാഹുവിനെ ധിക്കാരം കാണിച്ച, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ച, അല്ലാഹു എനിക്ക് വെച്ചിരിക്കുന്ന ദുരന്തം എന്താണെന്ന് അല്ലാഹുവിനല്ലാതെ മറ്റൊരു മനുഷ്യനോ പറയാൻ കഴിയില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ടവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യന് തെറ്റുകൾ അധികരിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവനിൽ ചില നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങളുണ്ടല്ലോ, ആ നല്ല ചിന്തകളുണ്ടല്ലോ, ആ നല്ല വർത്തമാനമുണ്ടല്ലോ, അല്ലാഹു അത് മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ പാപങ്ങൾ അധികമായിട്ട് ചെയ്യുമ്പോൾ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, നാം എന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നതിനെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ പാപങ്ങൾ അധികരിക്കുക, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു നമ്മളോട് പറയുന്നു, നമ്മൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോ, എന്റെ പാപങ്ങൾ ഒരുപാട് അധികരിക്കുമ്പോ എനിക്ക് വേദന വിക്കേൽക്കണമെങ്കിൽ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വേദനിക്കണമെങ്കിൽ അല്ലാഹുവിനോട് ഞാൻ അധികമായിട്ട് നന്ദികേട് കാണിക്കുമ്പോൾ അല്ലാഹു എനിക്ക് എന്നെ വേദനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും മാരക രോഗം കൊടുത്താൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? മക്കള് വീടിന്റെ അകത്ത് കിടന്നുകൊണ്ട് മാരക രോഗം പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കിടന്നു പിടയുകയാ. വാപ്പാ വേദനിക്കുന്നു വാപ്പാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ഏത് വാപ്പയ്ക്കാ അത് താങ്ങാൻ കഴിയുക? മക്കൾ മരണപ്പെട്ടു പോയാൽ ആ മക്കളുടെ മരണം ഏതു മാതാപിതാക്കൾക്കാ താങ്ങാൻ കഴിയുക? അല്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിന്റെ ബിസിനസ് അത് തകർത്ത് കളഞ്ഞിട്ട് അല്ലാഹു നിന്നെ വേദനിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമതായിട്ട് അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് നിനക്ക് ദുരന്തം തരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, ചില നല്ല ഗുണങ്ങൾ നമുക്കുണ്ട്. നമ്മളിൽ ചില നല്ല ഗുണങ്ങൾ, അത് ചിന്തയാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ, ഈ നല്ല ഗുണങ്ങൾ പാപങ്ങൾ ചെയ്യുന്നതിലൂടെ പോയി കിട്ടും. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം മാലിക് തങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയായിരുന്നു. ഷാഫി റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, മോനെ, നീ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, നിന്നിൽ ചില നന്മകൾ ഞാൻ കാണുന്നുണ്ട്, നിന്നിൽ ചില നന്മകൾ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നീ തെറ്റുകൾ ചെയ്യരുത്. തെറ്റുകൾ ചെയ്താൽ അല്ലാഹു ആ നന്മയെങ്ങും മായിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും ചോദിക്കാറുണ്ടല്ലോ, ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു, ഓനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഒരുപാട് നല്ല കാര്യങ്ങൾ പള്ളിയും പട്ടവുമായി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരനാ, എന്റെ അവൻ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങൾ അല്ലാഹു മാറ്റിക്കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ള പേടി നഷ്ടപ്പെട്ടു പോകും. പിന്നെ തുടരെ തുടരെ തെറ്റുകൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി തെറ്റുകൾ മാത്രം. അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ, ആദ്യം മോട്ടിക്കുമ്പോഴേ പേടിയുള്ളൂ, പിന്നെ പേടിക്കാൻ പേടിയുണ്ടോ? ആദ്യം മോഷണം നടത്തുമ്പോൾ മാത്രമേ ഭയമുള്ളൂ. പിടിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തുവോ? പറ ചങ്ങാതിമാരെ, നിർത്തുവോ? ഒന്നും മോട്ടിക്ക് ആദ്യം ഒന്ന് വഞ്ചിപ്പട്ടിന്ന് കൈയിട്ടെടുക്കുമ്പോൾ അള്ളാടെ വീട് പള്ളി പണി, അല്ലാ ബിസ്മില്ലാ, പേടിച്ച് 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 ഇത്തിരി എടുക്കും, എന്നിട്ട് അവസാനം ഇത്തിരി തല ഒഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കും. എന്തിന്? ആദ്യം എടുക്കാൻ മാത്രമേ പേടിയുള്ളൂ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പേടി നഷ്ടപ്പെട്ടു പോയി. ഈ അടുത്തൊരു ഉസ്താദ് പറഞ്ഞ അനുഭവം എനിക്ക് ഓർമ്മ വരിക. ഒരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി കമ്മിറ്റിക്കാര് ഒരു മക്ബറയൊക്കെ ഉള്ള പള്ളിയാ. മക്ബറയിലെ പൈസയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ കമ്മിറ്റിയിലെ ചില ആൾക്കാർ തിരിച്ച് എടുക്കുക. ആ സമയത്ത് ഉസ്താദ് കണ്ടു. ഉസ്താദിനോട് പറയാ, വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ജോലി പോകുന്നു. ഉസ്താദ് വേണമെങ്കിൽ വല്ലതും എടുത്തോ പറയാൻ നിന്നാ ജോലി തന്നെ പോകും. ഇതാ അവസ്ഥ. എന്ത് പേടിയിപ്പല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു ഇബ്ലീസ് ഒരു മനുഷ്യനോട് പറഞ്ഞത് ഒരു കള്ളു കുടിക്കാനാ. നീ പോയി കള്ളു പിടിക്കാനാ പറഞ്ഞേ. പോയി കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ വ്യഭിചരിച്ചു കഴിഞ്ഞപ്പോൾ കൊല ചെയ്തിട്ട് അവസാനം ശിർക്കും ചെയ്തിട്ട് ചത്തുപോയി. ഒരു പാപം പിന്നെ ആവർത്തിക്കാൻ എളുപ്പമാണ്. പാപങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നതിലൂടെ അള്ളാഹു ദുനിയാവിൽ നിന്നെ നിന്നിനാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതാ, പാപങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ നിന്നിനാക്കും
ശൂന്യനാക്കും, നിസാരനാക്കും, എല്ലാ വിലയും നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തെറ്റുകൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മുടെ മുഖത്തുള്ള ഈമാനിന്റെ പ്രകാശം എടുത്ത് നഷ്ടപ്പെടുത്തും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം, അത് ചിലരുടെ മുഖത്ത് നോക്കിയാൽ മതി, ഗ്ലാമർ ഒന്നും വേണ്ട, ചിലപ്പോൾ വലിയ സൗന്ദര്യം കാണില്ല, എന്നാലും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം. നമ്മൾ പറയാറുണ്ട്, ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒന്ന് സമാധാനം കിട്ടാറുണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഈമാനിന്റെ പ്രകാശമാ. എന്നാലും മനുഷ്യന്റെ പാപം അധികരിക്കുന്നതിലൂടെ അള്ളാഹു അവന്റെ മുഖത്തെ പ്രകാശമെടുത്തു മാറ്റും. ഈമാനികമായിട്ടുള്ള പ്രകാശം അവന്റെ മുഖത്ത് നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു ആ പ്രകാശം എടുത്തു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടെ പറയാം, ഒരു മനുഷ്യന്റെ പാപങ്ങൾ അധികരിക്കുമ്പോൾ അള്ളാഹു അവന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തെടുത്തു മാറ്റും. അത് കച്ചവടത്തിൽ, അത് കുടുംബ ജീവിതത്തിൽ, അത് മക്കളിൽ, അത് ആരോഗ്യത്തിൽ, അത് ആയുസ്സിൽ, അത് വാഹനത്തിൽ, അത് വീട്ടിൽ, അള്ളാഹു കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകളിൽ നിന്നും അള്ളാഹു ബറക്കത്തെടുത്തു മാറ്റുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ടവരല്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് പാപമാണ് ചെയ്യുന്നതെങ്കിലും ആ പാപത്തെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ. നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, ഓരോ രാത്രിയും പടച്ചവനോട് പശ്ചാത്തപിച്ചാതെ കിടന്നുറങ്ങരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഇന്ന് രാവിലെ പത്രമെടുത്തു നോക്കുമ്പോൾ പന്തളത്തുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ട് വിളിച്ച, ഉസ്താദ് ഇന്ന് ദുആ ചെയ്യണേ, ഇന്ന് ദുആ ചെയ്യണേ. കാരണം ഉസ്താദിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ചെറുപ്പക്കാരനാ. ഉസ്താദിന്റെ പ്രസംഗം കുടുംബസമേതം കേൾക്കുന്നതാണ്. പടച്ചവനെ, ഇന്ന് 6 അടി മണ്ണിന്റെ അകത്താ. എല്ലാവരും അതിന്റെ വീഡിയോ കണ്ടോ? പടച്ചവനെ, ട്രാൻസ്പോർട്ട് ബസിന്റെ മുന്നിലേക്ക് ഒരു കാറ് പോയി പാഞ്ഞു കയറുകയാണ്. ഉറങ്ങിപ്പോയതാകാം, എന്തുമാകാം, അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. പടച്ചവനെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റയടിക്ക്. അതുകൊണ്ടാണ് പടച്ചവനെ പ്രവാചകൻ പറഞ്ഞത്, മഹാന്മാര് പറയുന്നുണ്ട്, ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞേ? അതുകൊണ്ട് ആ മഹത്തുക്കൾ പറയുന്നത്, ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വാഹനത്തിൽ പോകാൻ പാടില്ല. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. തന്റെ പ്രിയപ്പെട്ട മകനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നതാ. അള്ളാഹുവേ, ആ മകൻ പോയതുപോലെ തിരിച്ചു വന്നു. എന്തിന്? ഉപ്പാടെയും ഉമ്മാടെയും മയ്യത്ത് കബറടക്കാൻ. അള്ളാഹു അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. തഖ്വയുള്ള ഒരു ജീവിതം, തഖ്വയുള്ള ഒരു ജീവിതം. ആ ജീവിതം കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ടൊരു ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതം കൊണ്ട് ഈ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധി എന്തെന്നറിയുമോ? ഒരുപാട് പണം കിട്ടലല്ല, ഒരുപാട് സമ്പത്തുണ്ടാകലല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാറല്ല, ഭാര്യയോ മക്കളോ കൂട്ടുകാരോ കുടുംബക്കാരോ കൊട്ടാരമോ വാഹനമോ, ഇതൊന്നുമല്ല. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ വായിച്ചവരാണ്, ആ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. ഏത് ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കിയാലും ഈ സ്വഹാബിയുടെ പേരില്ലാത്ത ഹദീസിന്റെ കിതാബില്ല. കാരണം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയാണ് പറയുന്നത്, ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിധി എന്തെന്നറിയുമോ? അത് തഖ്വയാണെന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ
റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരിക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു മനുഷ്യന് തഖ്വയെ കുറിച്ച് ചോദിച്ചപ്പോ, എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അറഅയ്ത ഇൻ മശൈത അലാ അർദിൻ ദാതി ശൗകത്തിൻ വഹസകിൻ മാദാ കുന്ത തഫഅലു. മഹാനവറുകൾ അവിടെന്ന് ചോദിക്കുകയാണ്, ഒരാൾ ചോദിക്കുന്ന തങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മുള്ളുകൾ നിറഞ്ഞ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? കല്ലും മുള്ളുകളും കിടക്കുന്ന റോഡിലൂടെ നടന്നു പോകുമ്പോ നീ എന്താണ് ചെയ്യുന്നത്? ആ ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാണ്, വളരെ സൂക്ഷ്മതയും ജാഗ്രതയോടുകൂടിയാണ് ഞാൻ നടന്നു പോകുന്നത്. ആ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അത് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് മാത്രമല്ല, നിന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മുഴുവനും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് കാണുന്നെന്നുള്ള ബോധത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവ് മുഴുവനും നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. എന്താണ് തഖ്വ എന്ന് പലർക്കും അറിയില്ല. തഖ്വ എന്ന് പറഞ്ഞാ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാ. എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും എന്റെ റബ്ബ് നാളെ ഇതിനെ കുറിച്ച് എന്നോട് ചോദിക്കുമല്ലോ, ഇതിനെ കുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. ഈ ഒരു ബോധം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് തഖ്വ വന്നാ അല്ലാഹു അവന് കൊടുക്കുന്നത് 7 പ്രതിഫലമാണ്. 7 പ്രതിഫലം അല്ലാഹു തഖ്വയുള്ള മനുഷ്യന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഖ്വ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, ഈമാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ 6 നന്മകൾ അല്ലാഹു അവന് കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വ്യക്തമാകുന്നുണ്ടല്ലോ? ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയില്ല, ഇന്നത്തെ മൈക്ക് സെറ്റ് തൊണ്ട പിടിക്കുന്നുണ്ട്. നാളെ വാഴന്നുള്ളതാ. അവിടെ പോയിട്ട് ഒന്നാമത്തെ കാര്യത്തിൽ തീരുമാനമായിരിക്കുക. എന്തായാലും കമ്മിറ്റിക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. പരിപാടിക്ക് പോകുമ്പോൾ എന്തായാലും കമ്മിറ്റിയിലെ 3-4 പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല. കാരണം അടി കിട്ടാതെ തിരിച്ചു വന്നാൽ കൊള്ളാം. ഡേറ്റ് കൊടുത്തിട്ട് ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ തല്ല. ഡേറ്റ് വാങ്ങുമ്പോൾ വലിയ സ്നേഹം എല്ലാവർക്കും. ഉസ്താദെ 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 ഉസ്താദെ. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദൊക്കെ പോയി, പിന്നെ ബാക്കിയുള്ള കാര്യം കൊട്ടേഷൻ ടീം എടുത്തേക്കണ പോലെ. നമ്മുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ. ആദ്യമൊക്കെ ഡേറ്റ് മേടിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി എല്ലാവരും മേടിക്കും. പിന്നെ പരിപാടിയിൽ പോകാൻ കഴിയാതെ വരികയോ വല്ല മരണം, നമ്മൾ പൊക്കോണം. അടഞ്ഞാലും മരിച്ചാലും നമ്മൾ പോയി വാഴ്ന്നു പറയണം. പോയില്ലെങ്കിൽ പിന്നെ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ വക്കീൽ നോട്ടീസും ഇങ്ങനെയുള്ള പലതും നമ്മളെ തേടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി അങ്ങനെ വല്ലവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ അത് നല്ല അവസരമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഷഹീദിൻ്റെ കൂലിയാണ്. നമ്മളോട് അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുന്നു, അൽഹംദുലില്ലാ, കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരാളുടെ ജീവിതത്തിൽ തഖ്വയുണ്ടായാൽ 6 പ്രതിഫലം എണ്ണിക്കോ. ഈ പറയുന്ന തഖ്വ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു അവന് കൊടുക്കുന്ന 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അതാണ് ചിലരുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്.
ഒന്നുമില്ലാത്തവനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം. പക്ഷെ അള്ളാഹുവിനെ ഭയന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഈ മനുഷ്യൻ എങ്ങനാപ്പ ജീവിക്കണേ, ഇവന് ഇത്രയും സന്തോഷമുള്ള ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പള്ളിയിലെ ഞാൻ അത്ഭുതത്തോടു കൂടി ചിന്തിക്കാറുണ്ട്, പള്ളിയിലെ ഖതീബിനെക്കാളും അടിപൊളിയായിട്ട് ജീവിക്കണ എത്രയോ മുഅദ്ദിന്മാരുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരമനുഷ്യന്മാരെ, പള്ളിയിലെ ഖതീബിനെക്കാളും നല്ല ഇസ്സത്തോടുകൂടി പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ജീവിക്കണ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരിക്കും. കാരണം അദ്ദേഹത്തിന് പള്ളിയുമായിട്ട് അത്രയും ബന്ധമാണ്. അദ്ദേഹത്തെ ചില പ്രായമുള്ളവർ ബാങ്ക് വിളിക്കുമ്പോൾ, ഈ അടുത്ത് ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് ഏതോ ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ മുഅദ്ദിന് കരയുക. നിങ്ങളെല്ലാവരും വീട്ടിൽ നിസ്കരിച്ചോ എന്ന് പറയുന്ന ഒരു അവസരം കേട്ടപ്പോൾ കരഞ്ഞോണ്ട് പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. മുസമ്മിലൊക്കെ നാളെ അവിടെ വെച്ച് കാണുമ്പോൾ നമ്മളെ പരിഗണിച്ചാൽ മതിയായിരുന്നു. കാരണം അള്ളാഹു ഈ ഏറ്റവും കൂടുതൽ പ്രതിഫലവാ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. എന്ത് പ്രതിഫലം എന്നറിയോ? ഈ പായിപ്പാടിലെ രാജാവ് മുസമ്മില, പണവും വീടും ഇല്ലെന്നേ ഉള്ളൂ. എന്താ ഷൗക്കണ്ണ ഒരു വല്ലാതിരിക്കുന്നു. മുസമ്മിൽ സ്ഥാനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രാജാവാ. കാരണം ഹാഫിള്, ഒന്ന് ഹാഫിള്, പിന്നെയോ ഈ ബാങ്ക് വിളിക്കണത് മതി ഈ ചങ്ങാതിക്ക് രക്ഷപ്പെടാൻ. ഈ ചങ്ങാതി എന്താ ഇപ്പൊ ചങ്ങാതിമാരെ, ബാങ്ക് വിളിക്കണ സമയത്ത് ഈ ശൈത്താൻ ഓടുന്ന എന്തിനാ അറിയോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം ഈ പട്ടി കടന്നിട്ടുള്ളൊരു കൂവലുണ്ട്, ഒരു നിലവിളി കണ്ടിട്ടുണ്ടാ? എന്തേ പട്ടി ആ സമയത്ത് കൂവണേ? എന്തുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്ന സമയം ഇബ്ലീസ് ഓടുന്നത് കണ്ടിട്ടാ ഈ പട്ടി കൂവണേ? ആര്? ശൈത്താൻ ഓടുന്നത് കണ്ടിട്ടല്ലേ ഈ പട്ടി കൂവണേ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ആണോ അല്ലേ? എന്താ ഇപ്പൊ ശൈത്താൻ ഓടണേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്ന സർവ്വ വസ്തുക്കളും നാളെ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, മുസമ്മില് ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു പടച്ചവനെ. മണ്ണ് പറയും, ഇല പറയും, മൃഗം പറയും, മനുഷ്യൻ പറയും, സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിനോട് പറയും, ഞാൻ കേട്ടു പടച്ചവനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, സ്വർഗം കൊടുക്കണേ അല്ല. ലോകത്ത് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന സർവ്വ ചരാചരങ്ങളും പറയും. ഇബ്ലീസ് എങ്ങാണം ബാങ്ക് വിളിക്കുന്നത് കേട്ടാ അവൻ അള്ളാഹിനോട് പറയണം, മുസമ്മില് ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു പടച്ചവനെ, സ്വർഗം കൊടുക്കെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാ ഓൻ ഓടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ പുറകിലും ചിലരോടും. കണ്ടിട്ടുണ്ടാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ശൈത്താൻ ഓടുന്നതിന്റെ തൊട്ടുപുറകി വേറെ കുറച്ച് പേര് ബാങ്ക് വിളിക്കുന്നവർ ഇവിടെ കാണും. ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ പതുക്കെ ഇറങ്ങി അങ്ങോട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.